ഹലോ ഗൈസ്, രഘുവാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരിലേക്കാണ്. കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഞാൻ. കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഇത്രയും മനോഹരമായ ഒരു ട്രെയിൻ യാത്ര ഞാൻ അടുത്തൊന്നും ചെയ്തിട്ടില്ല. ഒരു പ്രഭാത കാഴ്ചകളാണ് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്കുള്ളതായിട്ട് കാണുന്നത്. ഭയങ്കര മനോഹരമായ വ്യൂ ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് കോയമ്പത്തൂരിലേക്കുള്ള യാത്രയെക്കുറിച്ച്. ട്രെയിനിന്റെ സൈഡ് സീറ്റിലിരിക്കുന്ന അത്ര സുരക്ഷിതമല്ല. പക്ഷെ ട്രെയിൻ എത്താനായി നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് തന്നെ ട്രെയിൻ കുറച്ച് സ്ലോയിലാണ് പോകുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ അവിടെ ഇരുന്നത്. അതൊരു ഫീൽ തന്നെയാണ്. അപ്പോ നമ്മൾ കോയമ്പത്തൂരിൽ പോകുന്നത് നമ്മുടെ ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആദിയോഗി ശിവ സ്റ്റാച്ചു ആണ്. കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ആ ശിവ സ്റ്റാച്ചു ഒന്ന് അടുത്തുനിന്ന് കാണണം എന്നുള്ളത്. അതിലേക്കാണ് നമ്മുടെ യാത്ര. ഞാൻ പറഞ്ഞല്ലോ മുന്നേ, ഇത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിൻ കാഴ്ചകളൊന്നും ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് എത്താനായി. ഈ സൈഡിൽ നിൽക്കുക അല്ലെങ്കിൽ ട്രെയിനിൽ നിൽക്കുക യാത്ര പോകുന്ന ഭയങ്കര ഒരു രസമുള്ള പരിപാടിയാണ്. അതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ശിവ സ്റ്റാച്യുവിലേക്കുള്ള ഒരു ബസ് പിടിക്കുകയാണ് അടുത്ത ലക്ഷ്യം. അങ്ങനെ ബസ്സിലുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ ട്രാവലിനുള്ളിൽ തന്നെ ശിവ സ്റ്റാച്യു എത്തിയിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ച തന്നെ ഇതാണ്, കാളവണ്ടിയിലുള്ള യാത്ര. ഇത് അങ്ങോട്ടും ടു വേ ട്രിപ്പാണ്. നമ്മൾക്ക് അങ്ങോട്ടും ശിവ സ്റ്റാച്യുവിന്റെ അങ്ങോട്ടും പോവാം, റിട്ടേൺ ഇങ്ങോട്ട് വരാം. ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് നടന്നു പോയതേ ഉള്ളൂ. തിരിച്ചു വരുമ്പോഴാണ് ഇതിൽ കയറാമെന്ന് എഴുതിയത്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രാവൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്റ്റാച്യു അല്ലെങ്കിൽ ഈ ഒരു ശിവനെ കാണാനാണ് നമ്മുടെ ഇത്രയും കഷ്ടപ്പാട് ഇവിടെ എത്തിയത്. അത് ഫുൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്റ്റാച്യു തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ട്. ഞാൻ എത്തിയ സമയം രാവിലെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. വെയിലത്ത് അവിടെ നിൽക്കുക എന്ന് പറയുന്ന നല്ല ടാസ്ക് ആണ്. എന്നാലും ആ പരിസരത്ത് കുറച്ച് സമയം കറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അതൊക്കെ നോക്കി. പറഞ്ഞല്ലോ, അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫ്രെയിം അങ്ങനെയൊന്നും ശിവനും സ്റ്റാച്യുവും ഞാനുമായിട്ടുള്ള പിക്ക് എടുക്കണം. പിന്നെ ഞാൻ സിംഗിൾ സോളോ ട്രിപ്പാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നടക്കും. എൻ്റെ ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഒരു മുണ്ട്, ഒരു ടീഷർട്ട്, തലയിൽ ഒരു തോർത്തും കെട്ടി നിൽക്കുകയാണ്. സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് വെയിൽ കാക്കത്ര അടിക്കുന്നില്ല. അങ്ങനെ ആ പരിസരത്ത് കുറച്ച് സമയം കറങ്ങാന്ന് വിചാരിച്ചു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് അവിടെ. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും ആകാശവും മേഘവും നമ്മുടെ ആളും. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഫോൺ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ഫ്രെയിമും ഞാനും കൂടി സെറ്റാക്കാനുള്ള രീതിയിലായിരുന്നു എൻ്റെ പരിപാടികളൊക്കെ. കുറച്ച് സമയം പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ഈ സ്റ്റാച്യുവിന്റെ തൊട്ട് മുമ്പിൽ തന്നെ അവിടെ പൂജ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അവിടെ തൊട്ട് മുമ്പിൽ തന്നെ അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാം. ഞാൻ സ്റ്റാച്യുവിന്റെ പരിസരത്ത് കുറച്ച് കറങ്ങി, കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെയുള്ള പരിപാടിയും നോക്കി. അങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 10 മണിയോട് അടുത്തായി. പ്രതിമയുടെ പരിസരത്ത് നിൽക്കാൻ പറ്റാത്തത്ര വെയിലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പുറത്തേക്ക് കാളവണ്ടിയിലുള്ള യാത്രയാണ്. ഇപ്പോ എൻ്റെ തൊട്ടടുത്തുള്ളത് തമിഴ് ഫാമിലിയാണ്. അല്ലെങ്കിൽ എൻ്റെ ബേക്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ അവരുമായിട്ടും കുറച്ച് സംസാരിച്ചു.
ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഇപ്പൊ സമയം ഒരു 5 മണിയോട് അടുത്തുണ്ടാവും, വൈകുന്നേരമായി. ആ കാളവണ്ടി യാത്രയ്ക്ക് ശേഷം ഞാൻ പോയത് ഇഷ യോഗ സെന്ററിലേക്കാണ്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചു വെക്കും. ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അവിടെ ഇപ്പോ അതിന്റെ അകത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അമ്പലമുണ്ട്, യോഗ സെന്റർ ഉണ്ട്, നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ആഹ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. കുളിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ സ്നാനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ഒരു ജസ്റ്റ് ഒന്ന് മുങ്ങുക, നീന്താനൊന്നും പാടില്ല, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു കുളം പോലുള്ള സ്ഥലം, അതൊക്കെ ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പുറത്തു വന്നത്. പുറത്തു വന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം അവിടെ ആൾക്കാർ ഇപ്പൊ നല്ലോണം ക്രൗഡ് കൂടിയിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം അവിടെ ആ ആ പ്രതിമയുടെ മുമ്പിൽ എല്ലാവരും സമയം സ്പെൻഡ് ചെയ്യാണ്. ഇപ്പോൾ ആൾക്കാർ ഇത് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ട ഒരാളാണ്. ഇത് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണ്, ഫോറിനർ ആണ്. അവരോട് കുറച്ച് സംസാരിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം അപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞിരിക്കുകയാണ് ലേസർ ഷോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം, ഒരു ലേസർ ഷോ അല്ലെങ്കിൽ ഒരു ശിവ സ്റ്റാച്ചുവിനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വിഗ്രഹത്തിൽ ഇങ്ങനത്തെ ഒരു ലേസർ ഷോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ അനുഭവമാണ്. അത് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാവരും അട്രാക്ട് ആയി പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ബോറടി കുറച്ച് സമയം കണ്ടുപോകും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓരോ മൊമെന്റിലും അതിൽ മിന്നിമായുന്ന ആ ഒരു പിക്ചർ അല്ലെങ്കിൽ അതിൽ വരുന്ന ലൈറ്റിന് കിട്ടുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ആ ഒരു വ്യൂ, എല്ലാം കൊണ്ടും ഭയങ്കര രസമാണ്. നമുക്ക് സമയം പോകുന്നേ അറിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ ലേസർ ഷോ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത്. അത്രയും സമയം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കാം. ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും മൊബൈലിൽ ക്യാപ്ചർ ചെയ്യാൻ തിരക്കിലാണ്. ഞാനും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ്. ലേസർ ഷോ കഴിയുന്നതോടുകൂടി അവിടുന്ന് പുറപ്പെടാനുള്ള സമയവുമായിരിക്കുന്നു. പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ബസ്സുകൾ വന്നു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അവിടുന്ന് ഫസ്റ്റ് കിട്ടുന്ന ബസ്സിൽ കയറി ടൗണിലേക്ക്. അങ്ങനെയാണ് പിന്നീട് ഉണ്ടായ കാര്യങ്ങൾ. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ, നാട്ടിലേക്കുള്ള ട്രെയിൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വളരെ ഒരിക്കലും മറക്കാനാവാത്തൊരു ട്രാവൽ തന്നെയായിരുന്നു ആദിയോഗിയിലേക്കുള്ളത്. ഇനി അടുത്ത യാത്രയിൽ കാണാം. താങ്ക് യു.